അമേരിക്കയിൽ താമസിക്കുന്ന മലയാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും 2026 ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു യാത്രാ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കൻ പാസ്പോർട്ട് പുതുക്കുന്നതിലെ പ്രോസസ്സിംഗ് സമയവും ഇന്ത്യയിലെ US കോൺസുലേറ്റുകളിലെ വിസ അപ്പോയിന്റ്മെന്റ് കാത്തിരിപ്പ് സമയവും പലരുടെയും യാത്രാ പദ്ധതികളെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അടിയന്തരമായി ഇന്ത്യയിലേക്ക് പോകേണ്ട US പൗരന്മാരും മാതാപിതാക്കളെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളും ഇക്കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ആദ്യം US പാസ്പോർട്ട് റിന്യൂവൽ നോക്കാം. 2026 സാധാരണ പ്രോസസ്സിംഗ് സമയമായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് ഏകദേശം 4 മുതൽ 6 ആഴ്ച വരെയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 4 മുതൽ 6 ആഴ്ച എന്നത് പാസ്പോർട്ട് ഏജൻസിക്ക് അപേക്ഷ ലഭിച്ചതിന് ശേഷമുള്ള പ്രോസസ്സിംഗ് സമയമാണ്. അപേക്ഷ തപാൽ വഴി അയക്കാനും പുതിയ പാസ്പോർട്ട് തിരികെ വീട്ടിലെത്താനും എടുക്കുന്ന സമയം ഇതിന് പുറമെയാണ്. അതുകൊണ്ട് തപാൽ സമയം കൂടി കണക്കിലാക്കിയാൽ ആകെ സമയം എടുക്കുന്നത് കൂടുതൽ ആയേക്കാം. അതിനാൽ വെറും 4 ആഴ്ചക്കുള്ളിൽ പാസ്പോർട്ട് കിട്ടുമെന്ന് കരുതി ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് സുരക്ഷിതം. പ്രത്യേകിച്ച് യാത്ര നിർബന്ധമായും നടത്തേണ്ട സാഹചര്യങ്ങളാണെങ്കിൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് നിലവിലെ പ്രോസസ്സിംഗ് ടൈം പരിശോധിക്കുക. ഇനി യാത്ര അടിയന്തരമാണെങ്കിൽ എന്ത് ചെയ്യും? അതിനായി എക്സ്പെഡിറ്റഡ് സർവീസ് എന്ന വേഗത്തിലുള്ള പ്രോസസ്സിംഗ് സൗകര്യം ലഭ്യമാണ്. ഇതിന് സാധാരണ ഫീസിന് പുറമെ അധിക ഫീസ് നൽകേണ്ടി വരും. എക്സ്പെഡിറ്റഡ് സർവീസ് ഉപയോഗിച്ചാലും തപാൽ സമയം കൂടി കണക്കാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അടിയന്തര യാത്രകൾ ഉള്ളവർ അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ പാസ്പോർട്ട് പുതുക്കാൻ നേരത്തെ ആരംഭിക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സൗകര്യമാണ് അർജന്റ് പാസ്പോർട്ട് ഏജൻസി അപ്പോയിന്റ്മെന്റ്. അടുത്ത 14 ദിവസത്തിനുള്ളിൽ അന്താരാഷ്ട്ര യാത്ര ചെയ്യേണ്ട സാഹചര്യമുണ്ടെങ്കിൽ യോഗ്യതയുള്ളവർക്ക് പാസ്പോർട്ട് ഏജൻസി അപ്പോയിന്റ്മെന്റ് ലഭിക്കാം. യാത്രയുടെ തെളിവായി വിമാന ടിക്കറ്റ് അല്ലെങ്കിൽ മറ്റ് ആവശ്യമായ രേഖകൾ ഹാജരാക്കേണ്ടി വരാം. കുടുംബത്തിൽ ഗുരുതരമായ ആരോഗ്യ അടിയന്തരാവസ്ഥയോ മരണമോ പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ലൈഫ് ഓർ ഡെത്ത് എമർജൻസി സർവീസ് സംബന്ധിച്ച സൗകര്യങ്ങളും പരിശോധിക്കാവുന്നതാണ്. അതുകൊണ്ട് അടിയന്തര യാത്രയുള്ളവർ സാധാരണ റിന്യൂവൽ പ്രോസസ് മാത്രം ആശ്രയിക്കാതെ എമർജൻസി പാസ്പോർട്ട് സർവീസ് ലഭ്യമാണോ എന്ന് പരിശോധിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പാസ്പോർട്ട് വാലിഡിറ്റി. പല രാജ്യങ്ങൾക്കും യാത്ര ചെയ്യുമ്പോൾ പാസ്പോർട്ടിന് നിശ്ചിത കാലാവധി ബാക്കി ഉണ്ടാകണമെന്ന നിയമമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ പാസ്പോർട്ടിന്റെ എക്സ്പയറി ഡേറ്റ് മാത്രം നോക്കിയാൽ പോരാ. നിങ്ങൾ യാത്ര ചെയ്യുന്ന രാജ്യത്തിന്റെ പ്രവേശന നിയമങ്ങളും പരിശോധിക്കണം. 6 മാസത്തെ വാലിഡിറ്റി ആവശ്യപ്പെടുന്ന രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ പാസ്പോർട്ടിന് മതിയായ കാലാവധി ബാക്കിയുണ്ടെന്ന് ഉറപ്പാക്കുക. ഇല്ലെങ്കിൽ എയർലൈൻ ചെക്ക് ഇൻ സമയത്തോ യാത്രാരേഖകൾ പരിശോധിക്കുന്ന സമയത്തോ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഇനി ഇന്ത്യയിലെ US വിസ അപ്പോയിന്റ്മെന്റ് സംബന്ധിച്ച കാര്യമാണ്. അമേരിക്കയിൽ താമസിക്കുന്ന മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണിത്. പ്രത്യേകിച്ച് H1B, L1 വിസയിൽ ഉള്ളവർ ഇന്ത്യയിലെത്തി വിസ സ്റ്റാമ്പിംഗ് ചെയ്യേണ്ടി വരുമ്പോഴും അമേരിക്കയിൽ താമസിക്കുന്ന മലയാളികൾ മാതാപിതാക്കളെ B1, B2 വിസിറ്റർ വിസയിൽ അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും അപ്പോയിന്റ്മെന്റ് അവൈലബിലിറ്റി വളരെ പ്രധാനമാണ്. ചെന്നൈ, മുംബൈ, ന്യൂഡൽഹി, ഹൈദരാബാദ്, കൊൽക്കത്ത തുടങ്ങിയ കോൺസുലാർ ഓഫീസുകളിൽ അപ്പോയിന്റ്മെന്റ് അവൈലബിലിറ്റി മാറിക്കൊണ്ടിരിക്കാം. അതുകൊണ്ട് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ വിസ അപ്പോയിന്റ്മെന്റ് കൃത്യമായി ഉറപ്പാക്കുക. ഇനി ഇന്റർവ്യൂ വേവിയർ അഥവാ ഡ്രോപ്പ് ബോക്സ് സംബന്ധിച്ചും ശ്രദ്ധ വേണം. വിസ പുതുക്കുന്ന എല്ലാവർക്കും ഇന്റർവ്യൂ വേവിയർ ലഭിക്കുമെന്ന് കരുതരുത്. നിലവിലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അനുസരിച്ചാണ് ഇന്റർവ്യൂ വേവിയർ ലഭിക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമങ്ങൾ മാത്രം ആശ്രയിച്ച് എനിക്ക് ഡ്രോപ്പ് ബോക്സ് ലഭിക്കും എന്ന് കരുതി യാത്ര പ്ലാൻ ചെയ്യുന്നവർ ഒഴിവാക്കുക. പുതിയ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിലവിലെ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്, US എംബസി കോൺസുലേറ്റ് നിർദ്ദേശങ്ങൾ പരിശോധിക്കുക. ഇനി വിസ ഫീസിന്റെ കാര്യവും പ്രധാനമാണ്. വിസ ഫീസ് അടയ്ക്കുന്നതിന് മുൻപ് നിലവിലെ ഫീസ് എമൗണ്ട്, എക്സ്ചേഞ്ച് റേറ്റ്, പേയ്മെന്റ് ഇൻസ്ട്രക്ഷൻ എന്നിവ ഔദ്യോഗിക US വിസ സൈറ്റിൽ പരിശോധിക്കുക. കാരണം ഫീസും കോൺസുലാർ എക്സ്ചേഞ്ച് റേറ്റും കാലാനുസൃതമായി മാറിയേക്കാം. ഇനി OCI കാർഡുള്ള US പൗരനും ഒരു കാര്യം ശ്രദ്ധിക്കണം. പാസ്പോർട്ട് പുതുക്കൽ OCI സംബന്ധിച്ച വിവരങ്ങൾ നിങ്ങളുടെ പുതിയ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കുക. പ്രത്യേകിച്ച് പുതിയ പാസ്പോർട്ട് നമ്പർ വന്നതിന് ശേഷം യാത്രയ്ക്ക് മുൻപ് OCI രേഖകളിലെ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പാക്കുക. അപ്പോൾ അമേരിക്കയിലെ മലയാളികൾ ഇപ്പോഴും ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? നമുക്ക് വിശദമായി നോക്കാം. ഒന്നാമതായി നിങ്ങളുടെ പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റ് പരിശോധിക്കുക. രണ്ടാമതായി അടുത്ത 1 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലേക്കോ മറ്റേതെങ്കിലും രാജ്യത്തേക്കോ യാത്രയുണ്ടെങ്കിൽ റിന്യൂവൽ നേരത്തെ ആരംഭിക്കുക. മൂന്നാമതായി ഇന്ത്യയിലെ വിസ സ്റ്റാമ്പിംഗ് ആവശ്യമുള്ള H1B, L1 വിസക്കാർ അപ്പോയിന്റ്മെന്റ് അവൈലബിലിറ്റി മുൻകൂട്ടി പരിശോധിക്കുക.
നാലാമതായി, മാതാപിതാക്കളെ B1 B2 വിസയിൽ അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ അപ്പോയിന്റ്മെന്റ് വെയിറ്റ് ടൈം മാത്രം നോക്കാതെ യാത്രാ തീയതി, വിസ പ്രോസസിംഗ് ടൈം എന്നിവ കൂടി കണക്കിലെടുക്കുക. ഏറ്റവും പ്രധാനമായി, അവസാന നിമിഷം വരെ കാത്തിരിക്കരുത്. പാസ്പോർട്ട് റിന്യൂവൽ, വിസ അപ്പോയിന്റ്മെന്റ്, വിസ സ്റ്റാമ്പിംഗ്, OCI അപ്ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ യാത്രയ്ക്ക് മാസങ്ങൾക്ക് മുൻപ് തന്നെ പരിശോധിച്ചു തുടങ്ങുന്നതാണ് സുരക്ഷിതത്വം. പാസ്പോർട്ട് റിന്യൂവൽ, വിസ അപ്പോയിന്റ്മെന്റ്, വിസ സ്റ്റാമ്പിംഗ്, OCI അപ്ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ യാത്രയ്ക്ക് മാസങ്ങൾക്ക് മുൻപ് തന്നെ പരിശോധിച്ചു തുടങ്ങുന്നതാണ് സുരക്ഷിതം. പാസ്പോർട്ട് അപേക്ഷ നൽകിയ ശേഷം അതിന്റെ സ്റ്റേറ്റസ് ഔദ്യോഗിക US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പോർട്ടൽ വഴി പരിശോധിക്കാനും കഴിയും. പുതിയ പ്രോസസിംഗ് ടൈം, അപ്പോയിന്റ്മെന്റ് അവൈലബിലിറ്റി, വിസ റൂൾസ് എന്നിവ ദിവസേന മാറാൻ സാധ്യതയുള്ളതിനാൽ പഴയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളോ മറ്റുള്ളവരുടെ അനുഭവങ്ങളോ മാത്രം ആശ്രയിക്കരുത്. യാത്രയ്ക്ക് മുൻപ് ഔദ്യോഗിക US സർക്കാർ വെബ്സൈറ്റുകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പരിശോധിക്കുക. അമേരിക്കയിലെ മലയാളികളും അവരുടെ കുടുംബങ്ങളെയും ബാധിക്കുന്ന ഏറ്റവും പുതിയ വിസ, പാസ്പോർട്ട്, ഇമിഗ്രേഷൻ, യാത്രാ വാർത്തകൾക്കായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.